Paints and CP Paints, the ultimate shops for paints and painting accessories. Asian Paints ഇനി പൂവച്ചലിലും. ലോകോത്തര ബ്രാൻഡുകളായ ബർജർ, ഏഷ്യൻ, MRF, SD, പോൾമാക്സ്, എഡിസൺ തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സും പോളിഷിംഗ് ഐറ്റംസും പെയിന്റിംഗ് ആക്സസറീസിന്റെയും വർണ്ണാഭമായ ശേഖരം. കളേഴ്സ് പെയിന്റ്സ് ആൻഡ് CP Paints, പൂവച്ചൽ. ഫോൺ 9440690253 8921786695. ശ്രീന ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമിരിക്കുന്ന പ്രിയങ്കരായവർ, ലോക് ബന്ധു രാജ്നാരായൺജിയുടെ സ്മരണാർത്ഥം കഴിഞ്ഞ 4 വർഷമായി ജീവകാരുണ്യ മേഖലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന സംഘടനയാണ് ലോക് ബന്ധു രാജ്നാരായൺജി ഫൗണ്ടേഷൻ. രാജ്നാരായൺജിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്ര വഴികളെക്കുറിച്ച് ഈ വേദിയിൽ എന്നെക്കാളേറെ അത് പറയുവാൻ പ്രാപ്തരായ വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ രാജ്യത്ത് നടത്തിയ പ്രവർത്തന വഴികളിലൂടെ ഉള്ള സഞ്ചാരത്തിന് ഈ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിലെ ജീവകാരുണ്യ മേഖലയിൽ നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് ലോക് ബന്ധു രാജ്നാരായൺജി ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നടത്തി വരുന്നത്. കോവിഡിൻ്റെ മഹാമാരിയുടെ വലിയ ദുരിതകാലം നമ്മുടെ മുന്നിൽ വളരെ വേദനപൂർവ്വം കടന്നു പോകുമ്പോഴും സമസ്ത മേഖലകളെയും സ്തംഭിച്ചു പോകുമ്പോഴും കഴിഞ്ഞ 4 വർഷമായി മുടങ്ങാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗികളുടെ പെൻഷൻ വിതരണ പദ്ധതി അഭിമാനപൂർവ്വം 4 വർഷം പിന്നിടുമ്പോൾ ഇന്ന് 136 ക്യാൻസർ പേഷ്യൻറ്റിന് പെൻഷൻ എത്തിക്കുന്ന വലിയൊരു ചരിത്രപരമായ വലിയൊരു പരിപാടിയിൽ ഈ സംഘടന എത്തിച്ചേർന്നിരിക്കുകയാണ്. 1-ാം പ്രളയകാലത്തും 2-ാം പ്രളയകാലത്തും സഹജീവികളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നതിന് ഈ സംഘടന വലിയ പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. കോവിഡ് മഹാമാരിയുടെ ദുരിതകാലത്ത്, ആദ്യത്തെ ലോക്ക്ഡൗൺ കാലത്ത് തിരുവനന്തപുരം സിറ്റിയിൽ പോലീസ് ഹെഡ് പോസ്റ്റുകളിലും ആരോഗ്യ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കുമെല്ലാം അവരുടെ ജീവൻ പണയം വെച്ച് നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സഹായമായി അവർക്ക് കൈത്താങ്ങി അവർക്ക് ഭക്ഷണവും സാനിറ്റൈസറും ഉൾപ്പെടെ കൊടുത്തുകൊണ്ട് വലിയ മുന്നേറ്റമാണ് നമ്മൾ ഈ സംഘടനയുടെ നേതൃത്വം നടത്തിയത്. തിരുവനന്തപുരത്തെ ജനപ്രതിനിധികൾക്ക്
എല്ലാം തന്നെ ഈ സംഘടനയുടെ പ്രവർത്തനം നേരിൽ കണ്ട് അവർക്ക് ബോധ്യമായ പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ഞാനൊരു വലിയ സ്വാഗത പ്രസംഗത്തിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രിക്കും MLAക്കും ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും ഉൾപ്പെടെയുള്ളവർക്ക് ഒത്തിരി പരിപാടികളുടെ തിരക്കിൽ നിന്നാണ് ഇന്ന് രാജ്നാരായൺജി പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്ക് അവർ എത്തിച്ചേർന്നത്. വെട്ടുകാട് പള്ളിയിലെ തിരുനാളിൻ്റെ സമാപനമായതുകൊണ്ട് അവിടുത്തെ MLA കൂടിയായ പ്രിയപ്പെട്ട മന്ത്രിക്ക് കൃത്യമായും 5 മണിക്ക് തുടങ്ങുന്ന കുർബാനയ്ക്ക് അവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗം ഈ ചടങ്ങ് നടത്തി തീർക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഔപചാരികതയുടെ പേരിൽ ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഫൗണ്ടേഷൻ്റെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ മുഹമ്മദ് ആസിഫിനെ ഹൃദയപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ആദ്യമായി ഊഷ്മളതയോടെ സ്വാഗതം ചെയ്യുകയാണ്. ലോക് ബന്ധു രാജ്നാരായണൻ ജി ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങളുമായി ഇടപഴകാൻ ഇടവന്നിട്ടുണ്ട്. ദൃശ്യമാധ്യമ പുരസ്കാരങ്ങൾ നൽകുക മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നിരവധി സംഭവങ്ങളിൽ സജീവമായി ഇടപഴകാൻ ശ്രമിച്ചിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ലോക് ബന്ധു നാരായൺ ജി ഫൗണ്ടേഷൻ. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡ് കാലഘട്ടത്ത് നിരവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുവാനും പല പ്രദേശങ്ങളിലും കോവിഡ് മഹാമാരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ അണിചേരാനും നിസ്തുലമായ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു പ്രസ്ഥാനം കൂടിയാണ് എന്നുള്ളതാണ് ലോക് ബന്ധു രാജ്നാരായണൻ ജി ഫൗണ്ടേഷൻ്റെ പ്രത്യേകത. ദൃശ്യമാധ്യമ രംഗത്തെ മിടുക്കന്മാരെയും മിടുക്കികളെയും പുരസ്കാരം നൽകി ആദരിക്കുക എന്നത് മാത്രമല്ല, കഴിഞ്ഞൊരു ചടങ്ങിൽ ഞാൻ സംബന്ധിച്ചതിനകത്ത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച പ്രവർത്തനം നടത്തുന്ന സ്ഥാപനങ്ങളെയും ഡോക്ടർമാരെയും വ്യക്തികളെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങും സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് 4 സംസ്ഥാനങ്ങളിൽ പടർന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമെന്നുള്ള നിലയ്ക്ക് സമസ്ത മേഖലകളിലെയും വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന വ്യക്തികളെ കണ്ടെത്താൻ, പ്രസ്ഥാനങ്ങളെ കണ്ടെത്താൻ, അവരെ അംഗീകരിക്കാൻ നമുക്ക് കേരളത്തിന് മലയാളികൾക്കൊരു പ്രത്യേകത, മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി ആർക്കെങ്കിലും ഒരു അംഗീകാരം കിട്ടിയാൽ തന്നെ ചിലവില്ലാതെ ഒന്ന് കൈയടിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയാൽ ഞാൻ തന്നെത്താനെ കൈയടിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റൊരാൾക്ക് അവാർഡ് കിട്ടിയാൽ കൈയടിക്കാൻ മറ്റുള്ളവർക്കെല്ലാം ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ലോക് ബന്ധു രാജ്നാരായണൻ ജി ഫൗണ്ടേഷൻ്റെ പ്രവർത്തകർ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ കഴിവുകളെ അംഗീകരിക്കാൻ, അതുവഴി സമൂഹത്തിൽ അവർക്കൊരു അംഗീകാരം പരസ്യമായി നേടിക്കൊടുക്കാൻ, സമസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഊർജം പകരാൻ, അവരുടെ കഴിവുകളെ വികസിപ്പിക്കുവാനുള്ള പ്രോത്സാഹനം നൽകാൻ, അങ്ങനെ വൈവിധ്യമാർന്ന പരിപാടികളാണ് ഈ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ദൃശ്യമാധ്യമ രംഗത്തെ പുരസ്കാര വിതരണമാണ്. നമുക്കറിയാം, കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിലിരിക്കുന്നവർക്കെല്ലാം ഏറ്റവും നല്ല വിരുന്നൊരുക്കിയവരാണ് നിങ്ങളെല്ലാം. കോവിഡിൻ്റെ മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വീട് വിട്ടിറങ്ങാൻ കഴിയാതെ 4 ചുവരുകൾക്കുള്ളിൽ കഴിയാൻ വിധിക്കപ്പെട്ടവർ, അവർക്ക് നിങ്ങളുടെയും കൂടി സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ അവരുടെ ജീവിതം എന്താകുമായിരുന്നു? അത് വിവിധ തലങ്ങളില്ല. നമ്മുടെ വാർത്താ വായനകൾ, വാർത്ത അവതരിപ്പിക്കുന്നത്,
അതുപോലെ തന്നെ സീരിയലുകൾ, അതുപോലെ വൈവിധ്യമാർന്ന പരിപാടികൾ, എത്രയോ പരിപാടികൾ, നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെയും ഇരുട്ടിയാൽ വെളുക്കുന്നത് വരെയും ദൃശ്യമാധ്യമങ്ങളുടെ പരിപാടികളുടെ കണ്ടുകൊണ്ടാണ് ഏതാണ്ടൊരു 1.5 കൊല്ലക്കാലം മലയാളികൾ പ്രത്യേകിച്ച് അവരുടെ ജീവിതം തള്ളി നീക്കിയത്. അപ്പോൾ അങ്ങനെ ആ കാലഘട്ടത്തിൽ ജനജീവിതം, വീടുകൾക്കുള്ളിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളുടെ ജീവിതം ചൈതന്യമുള്ളതാക്കി തീർക്കാൻ സജീവമായ പങ്കുവച്ച, പ്രയത്നിച്ച, കഠിനാധ്വാനം ചെയ്ത, അതിലെ ഏറ്റവും പ്രഗത്ഭരെ അംഗീകരിക്കുക എന്നുള്ളതാണ് ഇന്നിവിടുത്തെ ഈ ചടങ്ങിൻ്റെ പ്രത്യേകത. ഇത് ഏതെങ്കിലും ഒരു ദൃശ്യമാധ്യമ രംഗത്ത് ഏതെങ്കിലും ഒരു മേഖലയിൽപ്പെട്ട ഏതെങ്കിലും വ്യക്തികളെയല്ല, മറിച്ച് ഇവിടെ പറഞ്ഞതുപോലെ സമസ്ത മേഖലകളിലെ ദൃശ്യമാധ്യമ രംഗവുമായി ബന്ധിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിൽ നിന്നെല്ലാമുള്ള തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് ഇത്. തീർച്ചയായിട്ടും വരും വർഷങ്ങളിൽ ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കാൻ, കൂടുതൽ ആവേശത്തോടെ പ്രവർത്തിക്കാൻ, തങ്ങളുടെ കഴിവുകളെ കൂടുതൽ നന്നായി വികസിപ്പിക്കാനൊക്കെ പ്രചോദനം നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഇന്ന് നിരവധി പരിപാടികൾ എന്നത്തെയും പോലെ ഇന്നുമുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ വെട്ടുകാട് തിരുനാൾ എൻ്റെ മണ്ഡലത്തിലാണ് നടക്കുന്നത്. അവിടെ ഞാൻ പങ്കെടുത്തില്ലെങ്കിലുണ്ടാകുന്ന അപകടം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സമയത്തിന് എത്തിയില്ലെങ്കിലുണ്ടാകുന്ന അപകടവും അറിയാം. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് ഈ പരിപാടിക്ക് സമയം ഏറ്റത്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഇനി ഒരു പരിപാടിയും കൂടി, സ്റ്റാച്യൂവിലൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയിട്ടുള്ള കഴിവുകളെ കൂടുതൽ വികസിപ്പിക്കുവാനും അത് സമൂഹ നന്മയ്ക്കായി വിനിയോഗിക്കാനും അത് രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്കായി വിനിയോഗിക്കുവാനുമൊക്കെ ഇടയാകട്ടെ എന്നത് ജീവിതത്തിലെ അസുലഭ മുഹൂർത്തങ്ങളാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ ദൃശ്യമാധ്യമ പുരസ്കാര ജേതാക്കളെല്ലാം ഒറ്റവാക്കിൽ ഞാൻ അഭിനന്ദിക്കുന്നതോടൊപ്പം കൂടുതൽ അവാർഡ് നേടി ഉയരങ്ങളിലേക്ക് ഈ മേഖലയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ വിജയാശംസകളും ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി നേർന്നുകൊണ്ട് ഇതിനെ കളമൊരുക്കിയ രാജ്നാരായണൻജി, ലോക് ബന്ധു രാജ്നാരായൺജി ഫൗണ്ടേഷൻ്റെ പ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. ഇത്
അപൂർവമായൊരു കുടുംബകഥ. നാമം ജപിക്കുന്ന വീട്. മികച്ച ഗായിക മാതങ്കി അജിത് കുമാർ. മികച്ച റിയാലിറ്റി ഷോ സിന്ധു മേനോൻ ടോപ്പ് സിംഗർ സീസൺ 2 ഫ്ലവേഴ്സ്. മികച്ച ബാലതാരങ്ങൾ ഐലിൻ ഐലസ നിഖിൽ, എന്റെ മാതാവ്, സൂര്യ TV. അവളെ ഏഞ്ചൽ എന്ന പേര് വിളിച്ചു. ഗബ്രിയേൽ മാലാഖയുടെ കുഴൽവിളി പോലെ പരിശുദ്ധ മാതാവിന്റെ പദ്ധതികൾ ഈ കുഞ്ഞു കരങ്ങളിലൂടെ കത്തുകളായി പിറന്നു. അറിയാതെ ഏഞ്ചൽ എന്ന കുഞ്ഞു മാലാഖയുടെ സന്ദേശവാഹകയായവൾ. യുഗങ്ങൾക്ക് മുന്നേ തീരുമാനിക്കപ്പെട്ട ഒരു മഹാനിയോഗം പോലെ ഇവർ ഒന്നിക്കുന്നു. അടുത്തത് മാധ്യമ വിഭാഗത്തിലേക്കാണ്. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ശ്രീ MV നികേഷ് കുമാർ, റിപ്പോർട്ടർ TV. മികച്ച വാർത്താ അവതാരകൻ ശ്രീ ശരത് ചന്ദ്രൻ. അദ്ദേഹത്തിന് പകരം ഇവിടെ അവാർഡ് സ്വീകരിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ളത് കൈരളി TVയിലെ റിപ്പോർട്ടർ റീനു ആണ്. റിപ്പോർട്ടർ റീനുവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് 24ന്റെ ന്യൂസ് എഡിറ്റർ കൂടിയായ ശ്രീ അനുജ, ഇത്തവണത്തെ ഏറ്റവും മികച്ച വാർത്താ അവതാരിക. മികച്ച വാർത്താധിഷ്ഠിത പ്രോഗ്രാം ശ്രീ അഭിലാഷ് മോഹൻ, മീഡിയ 1. ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഇവിടെ എത്തിയിരിക്കുന്നത് മീഡിയ 1 ബ്യൂറോ ചീഫ് സിജുവിനെ ക്ഷണിക്കുന്നു. മികച്ച അഭിമുഖ പ്രോഗ്രാം R അജിത് കുമാർ, മംഗളം TV. മികച്ച ദേശീയ റിപ്പോർട്ടർ സനകൻ വേണുഗോപാൽ, മനോരമ ന്യൂസ്. മികച്ച അന്വേഷാത്മക റിപ്പോർട്ടർ R അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്. മികച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള റിപ്പോർട്ടർ SS ശരൺ, ന്യൂസ് 18. മികച്ച യുവ പ്രതിഭ പുരസ്കാരം ഗൗതം അനന്തനാരായണൻ, ജനം TV. മികച്ച ന്യൂസ് എഡിറ്റർ പ്രമീള ഗോവിന്ദ്, ജയ്ഹിന്ദ് TV. മികച്ച രാഷ്ട്രീയ ആക്ഷേപഹാസ്യ പ്രോഗ്രാം പ്രമേഷ് കുമാർ D, മാതൃഭൂമി ന്യൂസ്. മികച്ച ന്യൂസ് റിപ്പോർട്ടർ ഷഹീദ് റാവുത്ത്, 24 ന്യൂസ്. മികച്ച വനിതാ റിപ്പോർട്ടർ ആശ ജാവേദ്, മനോരമ ന്യൂസ്. മികച്ച ന്യൂസ് ക്യാമറാമാൻ ഉദയകുമാർ, ACV. മികച്ച ന്യൂസ് പ്രൊഡ്യൂസർ സേതു ലക്ഷ്മി, കൗമുദി TV. മികച്ച കറന്റ് അഫയേഴ്സ് പ്രോഗ്രാം K രാജേന്ദ്രൻ, കൈരളി TV. മികച്ച അന്തർദേശീയ റിപ്പോർട്ടർ PP ജെയിംസ്, 24 ന്യൂസ്.
മികച്ച പ്രാദേശിക ചാനൽ തലസ്ഥാന വാർത്ത. സാമൂഹിക പ്രതിബദ്ധത ഓൺലൈൻ റിപ്പോർട്ട് വിസ്മയ ന്യൂസ്. മികച്ച തിരക്കഥാകൃത്ത് സംഗീത മോഹൻ, കുടുംബവിളക്ക്, ഏഷ്യാനെറ്റ്. മികച്ച നടൻ നിയാസ്, മനം പോലെ മാംഗല്യം, സി കേരള. മികച്ച നടി മാളവിക വെയിൽസ്, മഞ്ഞിൽ വിരിഞ്ഞ പൂവ്, മഴവിൽ മനോരമ. നാമം ജപിക്കുന്ന വീട്, മഴവിൽ മനോരമ. മികച്ച ഹാസ്യ നടി മായ സുരേഷ്, അലിയൻസ്, കൗമുദി ടിവി. തങ്കച്ചൻ വിതുര, സ്റ്റാർ മാജിക്, ഫ്ലവേഴ്സ്. മികച്ച കലാ സംവിധായകൻ, മികച്ച റിയാലിറ്റി ഷോ ആർട്ടിസ്റ്റ് നാൻസി ജി, കോമഡി സ്റ്റാർ, ഏഷ്യാനെറ്റ്. സബീരാജ് കുഞ്ഞിൽ, കയ്യെത്തും ദൂരത്ത്, സിറ്റി. മികച്ച വസ്ത്രാലങ്കാരൻ വിഷ്ണു ഓയൂർ, തൂവൽ സ്പർശം, ഏഷ്യാനെറ്റ്. മികച്ച കോമഡി എല്ലാ വാർത്താജേതാക്കളും ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതിന് ശേഷം മാത്രമേ തിരിഞ്ഞു പോകാവൂ. ഒപ്പം തന്നെ എല്ലാവർക്കും സ്നേഹവിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്നേഹവിരുന്ന് കഴിഞ്ഞ് പോകാവൂ എന്ന് അഭ്യർത്ഥിക്കുക. കുക്കറി ഷോ അമൃത, സെലിബ്രിറ്റി കിച്ചൺ മാജിക്, കൈരളി ടിവി. കോവിഡ് ബോധവൽക്കരണ ഗാനരചന എസ് ബൈജുരാജ്, സി കേരള. കോവിഡ് ബോധവൽക്കരണ ഗാനം എഡിറ്റിംഗ് രജീഷ് സുഗുണൻ, ഫ്ലവേഴ്സ്. മികച്ച പ്രൊഡക്ഷൻ ബോയ് സന്തോഷ് കുടപ്പനമൂട്, കുടുംബവിളക്ക്. മികച്ച ലൈറ്റ് ബോയ് ശ്രീകുമാർ വെങ്ങാനൂർ, ഗുരു മൂവീസ്. എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. മികച്ച പ്രൊഡക്ഷൻ കൺട്രോളർ അരുൺ ഗോപാൽ, നാമം ജപിക്കുന്ന വീട്, മഴവിൽ മനോരമ. മികച്ച എഡിറ്റർ ജിഷ്ണു എസ് കുര്യാത്തി, കുടുംബവിളക്ക്. മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശോഭി തിലകൻ, കുടുംബവിളക്ക്. അടുത്തതൊരു സ്പെഷ്യൽ ജൂറി പരാമർശമാണ്. സഹനടൻ പാറശാല വിജയൻ. സ്പെഷ്യൽ ജൂറി പരാമർശം സഹനടൻ പൊന്മുടി വിനോദ്. സീരിയൽ രംഗത്തെ ജീവകാരുണ്യ പ്രവർത്തനം മഞ്ജുഷ യു വി. മികച്ച PRO അസീം കോട്ടൂർ. മികച്ച നിർമ്മാതാവ് അരുൺ ദേവസ്യ, സുദീപ് കാരക്കാട്, ആമിസാറ പ്രൊഡക്ഷൻസ്, മനം പോലെ മംഗല്യം, സി കേരളം.
മികച്ച താരജോഡികൾ ബിബിൻ ജോസ്, അൻഷിത. കൂടെവിടെ ഏഷ്യാനെറ്റ്. ജി അരുൺ, ജൂറി അംഗം. അടുത്തതായി സുനിത. ഷൈല എസ് എൻ പുരം, ജൂറി അംഗം. പ്രദീപ് സംഘമിത്ര, ജൂറി അംഗം. അടുത്തതായി അനിൽ ഗോപിനാഥ്, ജൂറി ചെയർമാൻ. പൂവച്ചൽ സുധീർ, ചീഫ് കോർഡിനേറ്റർ. തൊളിക്കോട് റിയാസ്, ജൂറി മെമ്പർ.